നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്നതും സ്പർശിക്കുന്നതുമായിട്ടുള്ള ഭൂരിഭാഗം എല്ലാ വസ്തുക്കളും മാറ്ററാണ്. ഉദാഹരണത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ധരിക്കുന്ന വസ്ത്രങ്ങൾ, ഇരിക്കുന്ന സോഫ, കസേര, അല്ലെങ്കിൽ TV, AC, റിമോട്ട്, ഇതെല്ലാം തന്നെ മാറ്ററാണ്. സോ എന്താണ് ഈ മാറ്റർ? മാസ് ഉള്ളതും സ്ഥിതി ചെയ്യാൻ സ്പേസ് ആവശ്യമായതുമായ എന്തോ അതെല്ലാം മാറ്ററാണ്. ഉദാഹരണത്തിന് ഒരു കസേര. ഈ കസേരയ്ക്ക് ഒരു മാസ് ഉണ്ട്, അല്ലെ, ഒരു ഭാരമുണ്ട്. കസേര നമുക്ക് വെറുതെ എയറിൽ അങ്ങനെ നിർത്താൻ പറ്റുമോ? ഇല്ല. അതിനവിടെ വെക്കാനായിട്ട് കുറച്ച് സ്പേസ് ആവശ്യമാണ്. സോ മാസ് ഉണ്ട്, സ്പേസ് ഉണ്ട്, അതുകൊണ്ട് കസേര മാറ്ററാണ്. അപ്പോൾ എന്താണ് മാറ്റർ അല്ലാത്തവ? ഉദാഹരണത്തിന് ടെമ്പറേച്ചർ. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് മാസ് ഉണ്ടോ? ഇല്ല. സ്പേസ് ഉണ്ടോ? ഇല്ല. സൗണ്ട് വേവ്സ്, സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ അതിന് മാസ് ഇല്ല, സ്പേസ് ഇല്ല. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, റേഡിയോ വേവ്സ്, എക്സ്റേസ്, ഗാമ റേസ്, മാഗ്നറ്റിസം, ഇതിനൊന്നും തന്നെ മാസോ സ്പേസോ ഇല്ല. അപ്പം അതൊന്നും നമ്മൾ മാറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. വേണമെങ്കിൽ എനർജിയുടെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ പറയുന്നത് മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച് മാറ്ററിനെ നമുക്ക് 3ആയിട്ട് മെയിൻലി തരംതിരിക്കാം: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സോളിഡ്സ് നമ്മൾ പൊതുവിൽ വളരെ ഹാർഡായിട്ടാണ് കണ്ടിട്ടുള്ളത്, അല്ലേ? ഇതിന് കാരണം അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇടയിൽ അങ്ങനെ സ്പേസ് ഒന്നുമില്ല, വളരെ ക്ലോസ് പാക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പൊതുവിൽ വളരെ ഹാർഡാണ്. അതുമാത്രമല്ല, കൃത്യമായിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള വോളിയവും സോളിഡ്സിനുണ്ടായിരിക്കും. അതേസമയം ലിക്വിഡ്സിലാണെങ്കിലോ സോളിഡ്സിൽ കാണുന്ന പോലെ അത്രയും ക്ലോസ് പാക്കിംഗ് അല്ല, പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഷേപ്പില്ല, പക്ഷെ വോളിയം ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ 1 ലിറ്റർ വെള്ളം ഒരു ബക്കറ്റിൽ ഒഴിച്ചാലും ഒരു കുടത്തിൽ ഒഴിച്ചാലും സെയിം എമൗണ്ട് ആണ്, അല്ലേ? വോളിയം 1 ലിറ്റർ തന്നെയാണ്, പക്ഷേ ഷേപ്പ് മാറും. ഏതൊരു പാത്രത്തിലാണോ ലിക്വിഡ് നമ്മൾ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും ലിക്വിഡ്സിനുണ്ടാവുക. അതായത് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഷേപ്പില്ല. ഇനി ഗ്യാസസിനാണെങ്കിലോ അവയിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഗ്യാസസിന് കൃത്യമായിട്ടുള്ളൊരു ഷേപ്പോ വോളിയമോ ഇല്ല. ഇപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഒരു ബലൂണിലാണ് എടുക്കുന്നതെങ്കിൽ ബലൂണിൻ്റെ ഷേപ്പായിരിക്കും. ഇപ്പോൾ ഒരു സിലിണ്ടറിലാണ് നിങ്ങൾ ഗ്യാസ് നിറയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ സിലിണ്ടറിൻ്റെ ഷേപ്പായിരിക്കും. ഇപ്പോൾ ഗ്യാസസിന് അവിടെ കൃത്യമായിട്ടുള്ളൊരു ഷേപ്പില്ല. ഇവിടെ 1 ലിറ്റർ കണ്ടെയ്നറിൽ ഞാൻ ഹൈഡ്രജൻ ഗ്യാസ് എടുത്തിട്ടുണ്ട്. ആ സെയിം എമൗണ്ട് ഓഫ് ഗ്യാസിനെ 5 ലിറ്റർ കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഗ്യാസസിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരം വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ ഏതൊരു കണ്ടെയ്നറിൽ എടുത്താലും ആ കണ്ടെയ്നർ മുഴുവനായും ഈ പാർട്ടിക്കിൾസ് നിറഞ്ഞു നിൽക്കും. അതായത് ഗ്യാസിൻ്റെ വോളിയം മാറുന്നു. ഗ്യാസസിന് ഫിക്സഡ് വോളിയം ഇല്ല. അപ്പോൾ മാറ്റർ എന്താണെന്ന് മനസ്സിലായി. മാറ്ററിനെ പ്യുവർ സബ്സ്റ്റൻസ് എന്നും മിക്സ്ചേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒരു ടൈപ്പ് പാർട്ടിക്കിൾസ് മാത്രമാണുള്ളതെങ്കിൽ നമുക്കതിനെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. പ്യുവർ സബ്സ്റ്റൻസിനെ എലമെൻറ്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഹൈഡ്രജനും ഓക്സിജനും എല്ലാം എലമെൻറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. കാരണം ഇപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് എടുത്താൽ അതിൽ ഹൈഡ്രജൻ ആറ്റംസ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഒരേ ടൈപ്പ് ആറ്റംസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് എലമെൻ്റ് ആണ്. കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് 2 അതിലധികം എലമെൻറ്റ്സ് കൂടി ചേർന്നുണ്ടാകുന്നവയാണ്. ഫോർ എക്സാമ്പിൾ വാട്ടർ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ എലമെൻറ്റ്സ് കൂടി ചേർന്നിട്ടാണ് H2O എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ഇവിടെ ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നാം. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് വാട്ടർ ഉണ്ടാകുമ്പോൾ അവിടെ 2 ടൈപ്പ് പാർട്ടിക്കിൾസ് ആയില്ലേ? ഹൈഡ്രജൻ, ഓക്സിജൻ, അങ്ങനെ 2 ടൈപ്പ് പാർട്ടിക്കിൾസ് ആയില്ലേ? പിന്നെ അതെങ്ങനെ പ്യുവർ സബ്സ്റ്റൻസ് ആകും? അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് H2 എന്ന് പറയുന്ന സിംഗിൾ പാർട്ടിക്കിളാണ് വാട്ടർ. H2 അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിക്കിൾ അതിലുണ്ടെങ്കിൽ നമുക്ക് വാട്ടറിനെ പ്യുവറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എടുക്കുന്നു. ഇപ്പോൾ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്, കാരണം H2O മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കഴിഞ്ഞാലോ കുടിക്കാൻ പറ്റില്ല, കാരണം ഉപ്പ് എന്ന് പറയുന്ന വേറൊരു പാർട്ടിക്കിൾ അതിനകത്ത് ആഡായി. അതാണ് വ്യത്യാസം. നമ്മൾ പറഞ്ഞ പോലെ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് പ്യുവർ സബ്സ്റ്റൻസ് അല്ല, പിന്നെ അതെന്താണ്? അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് മിക്സ്ചർ. മിക്സ്ചേഴ്സിനെ ഹോമോജീനിയസ് എന്നും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഷുഗർ സൊല്യൂഷൻ ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഹോമോജീനിയസ് മിക്സ്ചേഴ്സിൽ സൊല്യൂട്ട് സോൾവെൻറ്റിൽ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് സോൾവെൻറ്റ് പാർട്ടിക്കിൾ, സൊല്യൂട്ട് പാർട്ടിക്കിൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണാനൊന്നും പറ്റില്ല. അതുമാത്രമല്ല, ഈ ഒരു ഷുഗർ സൊല്യൂഷൻ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഡ്രോപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും ലാസ്റ്റ് ഡ്രോപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും സെയിം ടേസ്റ്റ് ആയിരിക്കും. കാരണം എന്താ? ഒരേപോലെയാണ് എല്ലാ ഭാഗത്തും ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും എല്ലാ ഭാഗത്തും. അപ്പോൾ ഇതാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സിൻ്റെ പ്രത്യേകത.
കുറച്ച് മണലും വെള്ളവും കൂടെ മിക്സ് ചെയ്യാൻ നോക്കിയാൽ എന്ത് സംഭവിക്കും? കുറച്ച് സമയം കഴിയുമ്പോൾ മണൽ ഇതുപോലെ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു മിക്സ്ചറിന് യൂണിഫോം കോമ്പോസിഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? മണൽ താഴെയുള്ള മുകൾ ഭാഗത്ത് ഇല്ല. അപ്പോൾ ഇവിടെ യൂണിഫോം കോമ്പോസിഷൻ അല്ല. മാത്രമല്ല നമുക്ക് കമ്പോണൻസിനെ വേറെ വേറെ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? മണൽ താഴെ, വെള്ളം മുകളിൽ, അങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള മിക്സ്ചേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. മാസ് ഉള്ളതും ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുള്ളതുമായ എല്ലാ വസ്തുക്കളെയും മാറ്റർ എന്ന് പറയുന്നു. അതിന് പ്യുവർ സബ്സ്റ്റൻസസ് എന്നും മിക്സ്ചേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പ്യുവർ സബ്സ്റ്റൻസസിനെ വീണ്ടും എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ് അങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒരേ ടൈപ്പ് ആറ്റംസ് ഉള്ളവയാണ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് കോമ്പൗണ്ട്സ്. മിക്സ്ചേഴ്സിനെ ഹോമോജീനിയസ് എന്നും ഹെട്രോജീനിയസ് എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഹോമോജീനിയസിൽ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. മിക്സ്ചറിൻ്റെ എല്ലാ ഭാഗത്തും കമ്പോണൻസ് ഈക്വലി ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിൽ യൂണിഫോം കോമ്പോസിഷൻ അല്ല, കമ്പോണൻസിനെ നമുക്കിങ്ങനെ വേറെ വേറെ കാണാനായിട്ട് പറ്റും. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ അത് ലിക്വിഡ് സ്റ്റേറ്റിൽ മാത്രമേ കാണൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ കുറച്ച് ഉപ്പും പഞ്ചസാര എടുത്ത് മിക്സ് ചെയ്താലും അതൊരു മിക്സ്ചറാണ്. എയർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഗ്യാസസിൻ്റെ മിക്സ്ചറാണ്. പിന്നെ നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇപ്പോൾ സോഡയൊക്കെ പൊട്ടിക്കുമ്പോൾ ഗ്യാസ് പുറത്ത് പോകുന്നത് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചതാണ്. സോ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സിൽ നമുക്ക് മിക്സ്ചേഴ്സിനെ കാണാം. പല ഫിസിക്കൽ സ്റ്റേറ്റ്സിലുള്ള സബ്സ്റ്റൻസ് മിക്സ് ചെയ്തിട്ടും നമുക്ക് മിക്സ്ചേഴ്സ് കാണാം.